എല്ലാവർക്കും കായാസ് ഹെൽത്തി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് പക്കുവടി ഉണ്ടാക്കുക എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രെഡ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. പരിപ്പ് വടിയും ഉഴുന്ന് വടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രെഡ് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് വടയുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബ്രെഡിനെ കൊണ്ട് വടയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 ബ്രെഡ് സ്ലൈസ് ചെറുതായി സ്ലൈസ് ചെയ്ത ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള വേണം, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ബ്രെഡ് ഒന്നുകിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ട് മിക്സ് ചെയ്താലും മതി. അതെങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം. ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. ബ്രെഡ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാലും പെട്ടെന്നത് പൊടിഞ്ഞു വരുമല്ലോ. ബ്രെഡെല്ലാം നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അപ്പം ഞാൻ ബ്രെഡെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. നല്ലോണം കൈ കൊണ്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇത്രയ്ക്ക് സോഫ്റ്റ് സാധനമല്ലേ ബ്രെഡ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് ഉഴുന്ന് വടിയും പരിപ്പ് വടിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ സവാള, ഒരു സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നല്ല കട്ട തൈര്, പുളിയില്ലാത്ത തൈരാണ്. പുളിയില്ലാത്ത കട്ട തൈര് ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത കട്ട തൈര്. ഇനി ചേർക്കാൻ പോകുന്നത് ഒരു 4 സ്പൂൺ റവ. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. നാല് സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അരിപ്പൊടി. അരിപ്പൊടി ചേർക്കുന്നത് നമ്മൾ വടയൊന്ന് നല്ല ക്രിസ്പി ആകാനാണ്. 2 സ്പൂൺ, അത്രയാണ്. 2 സ്പൂൺ അരിപ്പൊടി. ഇപ്പോൾ നമ്മൾ പുട്ടൊക്കെ ആക്കാൻ എടുക്കുന്ന പൊടിയില്ല, അതാണ് അരിപ്പൊടി. ഇനി വേണ്ടത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ചേർക്കാം. കാരണം ചില ബ്രെഡിലൊക്കെ ഉപ്പ് ഉണ്ടാകും. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ചില ബ്രെഡിൽ ഉപ്പ് ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി ഒരു നുള്ളി കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളി കായം, ഇത്രയാണ്. കായത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാണെങ്കിൽ അത് ഒഴിവാക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി ആദ്യം ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തൈര് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പാടെ എടുത്തിട്ട് ഉപയോഗിക്കരുത്. അത് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയതിന് ശേഷം ഉപയോഗിക്കാവൂ.
നന്നായി കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ എല്ലാവരുടെയും പിടിക്കണമല്ലോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഒപ്പര ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ പരുവത്തിൽ ആ മാവ് എടുക്കാൻ പറ്റുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. എപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്ന ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യാവും. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ വെള്ളം അധികമായി പോകും. നമ്മളെ മാവ് വേണ്ടത്ര ഒരു പരുവത്തിൽ നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ എടുത്തത്. 1/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇനി ഉപ്പൊക്കെ നോക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കുക നോക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് നമ്മളെ കൈമിലൊന്ന് തടയി കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് എടുക്കുമ്പോൾ ഇങ്ങനെ പറ്റി പിടിക്കുന്നതുകൊണ്ടാണ്. ചെറിയ ഉരുളാക്കി എടുക്കുക. ഇതിങ്ങനെ കൈമിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കും. നമ്മൾ വെള്ളം തടവുന്നത് അതൊന്ന് പറ്റി പിടിക്കാണ്ടിരിക്കാനാണ്. ഒന്നും കൂടി വെള്ളത്തിൽ മുക്കിയാൽ കൈ പറ്റില്ല. അങ്ങനെ ഒരു ഉഴുന്നുവടേൻ്റെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ആ ഉഴുന്നുവടേൻ്റെ ഷേപ്പിൽ കിട്ടും. ഇങ്ങനെയാണ് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതാക്കി വെക്കുമെന്ന് വേണ്ട, ഡയറക്റ്റ് അങ്ങ് എണ്ണയിലിട്ടാൽ മതി. ആദ്യം കുറച്ച് വെള്ളം കൈമിൽ തടവുക. അങ്ങനെ വെള്ളമാക്കുക. ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കൈമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്യും. ഒരുപാട് നേർങ്ങനെ ആക്കിപ്പോണ്ട, നടുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് എണ്ണയിലേക്ക് ഇടും. ഇങ്ങനെയാണ് ഉഴുന്നുവടയുടെ ഷേപ്പിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് ഓരോ വടകളായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ എപ്പോഴും ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ആക്കിയെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞോ ഉള്ളി ശരിക്കും വെന്ത് കിട്ടില്ല, അങ്ങനെയായിരിക്കും. ഇത് എപ്പോഴും തീ എപ്പോഴും ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മൾ ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി ഒരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
നമ്മളെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് അല്ലേ വേണ്ട, പെട്ടെന്ന് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ബ്രെഡ് വട. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പം നമ്മളെ വട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയിൽ നിന്ന് കോരി മാറ്റും. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എണ്ണയിലിടുമ്പോൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇട്ട് കൊടുക്കാം. മേലെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ അങ്ങ് പൊന്തിപ്പോവും, തെറിക്കും, കൈയൊക്കെ പൊള്ളും. നല്ല സാവധാനം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ വടയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ വടയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ എല്ലാ വടയും ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. നല്ല ക്രിസ്പിയാണ് ഇത് കഴിക്കാനും. നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെയും പുറത്ത് നല്ല ക്രിസ്പി. ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.